പാർത്ത കണ്ണൂരിലെ ഈ ആഭാസം ഇതിനി അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത്തരം നെറികേടുകളും വൃത്തികേടുകളും കാണിക്കുന്നവന്മാർക്ക് ഇടിച്ചിവന്റെയൊക്കെ കൂമ്പ് കലക്കണമെന്നാണ് ഞാൻ പറയുന്നത്. 22 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ഐസിയുവിലാണ്. അപസ്മാരം ബാധിച്ച് കുഞ്ഞ് ജീവനോടെ കിട്ടുമോ എന്ന് പോലും സംശയത്തിലാണ്. അത്രത്തോളം വലിയ ആഘാതമാണ് കുഞ്ഞിനേറ്റിരിക്കുന്നത്. എന്താണ് സംഭവം? കണ്ണൂരിലാണ് ഈ സംഭവം, ദാരുണമായ സംഭവം എന്ന് തന്നെ പറയാം. കാരണം മാത്രമല്ല, മലയാളിക്ക് ഇപ്പോൾ ഏറ്റവും കല്യാണങ്ങളൊക്കെ വളരെ ആഡംബരപൂർവ്വമാണ് നമ്മൾ നടത്താറുള്ളത്. അത് ആഡംബരപൂർവ്വമോ അല്ലാതെയോ ഒക്കെ നടത്താം. പക്ഷേ അതിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ചില കോമാളിത്തരങ്ങളുണ്ട്. ചില പിന്നെ ഞങ്ങൾ വരനെ ആനയിക്കുന്നു, വധുവിനെ ആനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തുന്ന ചില കോമാളിത്തരങ്ങൾ. അതും അവർ ചെയ്തോട്ടെ, ലിമിറ്റേഷനിൽ വെച്ച് നമ്മളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു സ്ഥലത്തെ സാഹചര്യമോ അതിൻ്റെ പ്രത്യേകതകളോ ഒന്നും അന്വേഷിക്കാതെ മറ്റൊരാളെ എങ്ങനെ ഉപദ്രവിക്കാം എന്നൊക്കെ നോക്കിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് വളരെയധികം വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു പിഞ്ചു കുഞ്ഞ്, 22 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ICUവിൽ ജീവന് വേണ്ടി പെടയുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ണൂരിൽ ഒരു കല്യാണ വീട്ടിനുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്തൊരു കല്യാണം നടക്കുന്നുണ്ട്. ആ കല്യാണ വീട്ടിൽ വരനെ വേദിയിലേക്ക് ആനയിക്കുന്ന ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇവരെന്ത് ചെയ്തത്, അവിടെ ഉഗ്ര ശബ്ദത്തോടുകൂടെയുള്ള അത്യുഗ്ര ശേഷിയുള്ള ഒരു പടക്കം അവിടെ പൊട്ടിക്കുകയാണ്. പടക്കം പൊട്ടിക്കുന്നു നമ്മൾ കേൾക്കുമ്പോൾ വലിയ സൗണ്ടോട് കൂടിയുള്ള പടക്കങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലാണ് 22 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞുള്ളത്. ഈ നമ്മൾ ജനിച്ച് വീണതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 6 മാസം വരെയെങ്കിലും അല്ലെങ്കിൽ 1 വർഷം വരെയൊക്കെ ഉഗ്ര ശബ്ദങ്ങളോ വലിയ ശബ്ദങ്ങളോ ഒന്നും കുഞ്ഞിന് താങ്ങാൻ പറ്റില്ല. അത് ഒരു സാമാന്യമായ ഒരു അറിവ് ആണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. പക്ഷേ ഈ കുഞ്ഞ് അവിടെ ഉള്ളത് പരിഗണിക്കാതെ ഇവരെന്ത് ചെയ്യാണ്, ഇങ്ങനെ പടക്കം പൊട്ടിക്കുകയാണ്. ഇവർ ഈ പടക്കം പൊട്ടിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഈ വീടിനടുത്ത് നിന്ന് പടക്കം പൊട്ടിക്കരുത്, കുറച്ച് ദൂരേക്ക് മാറി ശബ്ദം ഈ അടുത്തേക്ക് വരാത്ത രീതിയിലേക്ക് നിങ്ങൾ പടക്കം പൊട്ടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ നാറികൾ, അങ്ങനെ തന്നെ വിളിക്കേണ്ട ഇവരെ, ഈ ആഭാസന്മാർ കേട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പടക്കം പൊട്ടിച്ചപ്പോൾ കുഞ്ഞിന് അത് കുഞ്ഞിൻ്റെ നമുക്കറിയാം, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ശബ്ദം താങ്ങാൻ പറ്റില്ല. അവരുടെ നാഡീവ്യൂഹമൊക്കെ ഉറച്ചു വരുന്ന, ശരീരങ്ങളൊക്കെ ഉറച്ചു വരുന്ന സമയമാണത്. അപ്പോൾ ഇത്തരം ചില ശബ്ദങ്ങൾ അവർക്ക് വലിയ ഷോക്കുകൾ ഉണ്ടാക്കും, നാഡീവ്യൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും എന്താണ് ഈ ശബ്ദമെന്ന് തിരിച്ചറിയാതെ കുഞ്ഞിൻ്റെ നാഡികൾ പെട്ടെന്ന് പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുമ്പോൾ അതൊരു ബ്രെയിനിൽ വളരെ വലിയ ഷോക്കുകൾ ഉണ്ടാക്കും. അത്യുഗ്രമായ ഷോക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ അത്യുഗ്രമായ ശബ്ദങ്ങൾ കൊണ്ട് ഷോക്കുണ്ടായിട്ട് അറ്റാക്ക് വന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ബ്രെയിനിൽ ഡാമേജ്, ഞരമ്പുകൾ പൊട്ടിയ ആളുകളുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ കുഞ്ഞിൻ്റെ ബ്രെയിനിൽ എന്ത് സംഭവിച്ചു, ഈ പറയുന്നത് പോലെ പെട്ടെന്ന് ബ്രെയിനിൻ്റെ നമ്മുടെ നാഡീവ്യൂഹത്തിൻ്റെ നിയന്ത്രണാതീതമായ പ്രതികരണമാണ് ഈ അപസ്മാരം എന്ന് പറയുന്നത്. അങ്ങനെ അപസ്മാരം വന്ന് കുഞ്ഞിന് ബോഡി മൊത്തം നിശ്ചലമായി പോയി. കുറച്ചു നേരത്തേക്ക് വായ പോലും കണ്ണ് തുറന്ന് കുഞ്ഞ് മരിച്ചുപോയി എന്ന ഘട്ടത്തിലെത്തി എന്നാണ് ഇവർ പറയുന്നത്. കാലിന് തട്ടിയ ശേഷമാണ്, 10 മിനിറ്റിന് ശേഷമാണ് കുഞ്ഞൊന്ന് കരഞ്ഞ് ശ്വാസം എടുക്കാനുള്ള ആ രീതിയിലേക്ക് പോയത്. തന്നെ എന്തോ പറയാൻ വന്നു, എന്താണ്? അല്ല, ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് പാർത്ഥ ഞാൻ ആലോചിച്ചത്, കൊച്ചു കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു വിവാഹം നടന്നു. ഇപ്പോൾ ചില നാടുകളിലുണ്ട് ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് പെണ്ണിനെയും ചെറുക്കനെയും കൊണ്ടുവരുന്നത്, പിന്നെ ഈ മൺചട്ടിയിൽ ആഹാരം കൊടുക്കുന്നത്. ഇപ്പോൾ കല്യാണത്തിൻ്റെ ആചാരങ്ങളൊക്കെ ന്യൂജൻ എന്നും പറഞ്ഞ് നമ്മളിതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷെ അത് ഓവറായി പോകുമ്പോഴാണ് നമുക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമ്മൾ കുലസ്ത്രീയും മറ്റ് സംഭവങ്ങളൊന്നും ആയതുകൊണ്ടല്ല പറയുന്നത്, എല്ലാം ലിമിറ്റ് വേണം, ഓവറാവരുത് എന്നുള്ളത് മാത്രമാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചേച്ചിക്ക് ഇതുപോലെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു. ഒരു 24-25 വയസ്സായ ഒരു ചേച്ചിയാണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. ഒരു സൈന്യത്തിലെ ഉദ്യോഗസ്ഥനാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ഈ പെണ്ണെ ആണിനെയും പിന്നെ ആദ്യരാത്രി എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, ഈ മുറിയിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞ ഉടനെ ഈ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് പടക്കം പൊട്ടിച്ചു. വളരെ ശബ്ദത്തോടു കൂടിയുള്ള പടക്കം പൊട്ടിച്ചു. ഈ പടക്കത്തിൻ്റെ ശബ്ദം കേട്ട് ഈ ചേച്ചിക്ക് വല്ലാണ്ട് അസ്വസ്ഥതയുണ്ടായി, ഭയന്ന് ബോധരഹിതയായി വീണു. 2 ദിവസത്തിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നത്. അപ്പോൾ ഇത് പ്രായം അല്ല ഇതിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ പെട്ടെന്നൊരു പിന്നെ പടക്കത്തിന് എനിക്കിപ്പോഴും അമ്പലങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ വെടിവെച്ച കേൾക്കുമ്പോൾ ഞാൻ കാതിപ്പോഴും
ഇറുക്കി അടച്ചാ നിൽക്കുന്നത്. എനിക്ക് ആകാശത്ത് എന്തോ കുറെ ഇങ്ങനെ ഒരുമിച്ച് പൊട്ടി വരുന്ന ഒരു സംഭവങ്ങളുണ്ടല്ലോ, അതൊന്നും എനിക്കിപ്പോഴും എനിക്ക് അത് ആ ശബ്ദമൊന്നും എനിക്കിപ്പോഴും കേൾക്കാൻ പറ്റില്ല. എനിക്ക് ഒരു പരിധി കൂടുതൽ അത് ഒരു പരിധി എന്നല്ല, ഒരു സെക്കൻഡിനപ്പുറം അത് കേട്ടോണ്ട് നിന്നാൽ എൻ്റെ ഹാർട്ട് ബീറ്റ്സ് കൂടും, എനിക്ക് തലകറക്കം ഉണ്ടാകും, എൻ്റെ ബോഡി മുഴുവൻ തണുക്കും, പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് കഴിവതും ഈ ദീപാവലി അത്തരം ആഘോഷങ്ങൾ ഞങ്ങളുടെ തിരുവനന്തപുരത്തൊക്കെ ഇത്തരം ഈ പിന്നെ പടക്കങ്ങളും വെടിക്കോപ്പുകളും ഒക്കെ അത്യാവശ്യം ആ സമയത്താണ്. ഇവിടെ ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു വിഷുവിനാണെന്ന് തോന്നുന്നു, ഞങ്ങളുടെ അങ്ങോട്ട് ദീപാവലിക്കാണ്. ഞങ്ങളുടെ തന്നെ വീട്ടിൽ ഇത് ഉപയോഗിക്കാറേ ഇല്ല. അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ ചെന്ന് നിൽക്കും. കാരണം എനിക്ക് അത്രയും നമ്മുടെ മനസ്സിനൊരു അത് സ്വീകരിക്കാനുള്ള ഒരു ബ്രെയിനിനാണോ മനസ്സിനാണോ എനിക്കറിയില്ല, നമുക്കതിൻ്റെ അപ്പം നമ്മൾ തന്നെ അത് എത്ര ബുദ്ധിമുട്ടിലാണ് അത് കേട്ടുകൊണ്ട് നിൽക്കുന്നത്, അത് സഹിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ 22 ദിവസം പ്രായമായ കുഞ്ഞിന് എന്തറിയാം? അതിൻ്റെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനൊക്കെ ജയിലിടിഞ്ഞാലും പുറത്തു വരരുതെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, അത് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ വീട്ടിന് അകത്തിരുന്നു കൊണ്ട് ഞാൻ പടക്കം പൊട്ടിച്ചാൽ, എൻ്റെ പറമ്പിലിരുന്നു കൊണ്ട് ഞാൻ പടക്കം പൊട്ടിച്ചാൽ നിനക്ക് എന്താണെന്ന് ചോദിക്കുന്ന ചില സ്വാതന്ത്ര്യവാദികളുണ്ട്. അതെ, സ്വാതന്ത്ര്യവാദികൾ, ഈ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് പോലെ, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ചില സ്വാതന്ത്ര്യങ്ങളെ എടുത്തു കാട്ടി വരുന്ന ആളുകളുണ്ട്. അവരോട് നീ നിന്റെ പറമ്പിലിരുന്ന് പടക്കം പൊട്ടിച്ചാൽ നിന്റെ പറമ്പിനുള്ളിൽ മാത്രം ശബ്ദത്തെയും പിടിച്ചെടുത്ത് നിനക്ക് കഴിയണം. അതാണല്ലോ ഏറ്റവും കാര്യം. അതും കൂടി കഴിയണം. അതൊക്കെ എൻ്റെ പറമ്പിലേക്ക് ശബ്ദം കയറി വന്നാൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറയുന്ന പോലെയാണ്. ഇത് വളരെ ശുദ്ധമായ തോന്നിവാസമാണ്. കാരണം നമ്മളിപ്പോൾ വിഷുവിനൊക്കെ വേഷം കെട്ടിയിട്ട് നമ്മൾ കൃഷ്ണന്റെ വേഷമൊക്കെ എടുത്ത് കണി കാണിക്കാനൊക്കെ പോകും. അപ്പോൾ കൊച്ചു കുട്ടികളുള്ള വീട്ടിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കില്ല. കുഞ്ഞുണ്ട്, പൊട്ടിക്കരുത് എന്ന് പറയും. കാരണം അത് ഒരു സാമാന്യമായ അറിവാണ്. ഇപ്പോഴുള്ള കുറെ യൂത്ത് എന്ന് പറയുന്ന കുറെ എണ്ണത്തിന് യുവതലമുറയ്ക്ക് നല്ല ബോധവും വിവരമുണ്ട്. അത് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. മുൻകൂട്ടി പറയും ആ വീട്ടില് കുഞ്ഞുണ്ട്, അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ സൗണ്ട്, ഈ കൊട്ടിന്റെ ഒക്കെ സൗണ്ട് ആണെങ്കിൽ പോലും അത് കുറയ്ക്കണം എന്നൊക്കെ പറയുന്ന പല നല്ല യുവതലമുറയിലുള്ള വിവരമുള്ള ഒട്ടേറെ ആളുകളുണ്ട്. പക്ഷെ ഒരു വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. ഇവര് എന്ത് ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ അങ്ങ് ചെയ്തോളും എന്നിട്ട് അങ്ങനെ സ്വാതന്ത്ര്യം പറയും. ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് നൊരയും പതയും വന്നിട്ട് ഈ കുഞ്ഞിന് കടുത്ത അപസ്മാരം വന്നിട്ട് കുഞ്ഞ് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ICUവിലാണുള്ളത്. ഈ സംഭവം നടക്കുന്നത് തൃപ്പങ്ങോട്ടൂരാണ്. തൃപ്പങ്ങോട്ടൂർ സ്വദേശികളായുള്ള അഷ്റഫ് റഫാന ദമ്പതികളുടെ കുഞ്ഞ് ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി സമീപത്തെ വീട്ടിൽ നടന്ന ഉത്സവാഘോഷത്തിനാണ് ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ ഉപയോഗിച്ചത്. ഒപ്പം ബാൻഡ് സെറ്റും ഉണ്ടായിരുന്നു. ശബ്ദം കേട്ട് കുഞ്ഞിൻ്റെ ജീവൻ പോയെന്ന് കരുതിയെന്നും പൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടും വക വെച്ചില്ലെന്നും കുഞ്ഞിനെ പരിചരിക്കുന്ന സ്ത്രീ പറയുന്നുണ്ട്. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് ആദ്യ സംഭവം ഉണ്ടായത്. വൻ ശബ്ദത്തിൽ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. പെട്ടെന്നുണ്ടായ ശബ്ദത്തെ തുടർന്ന് കുഞ്ഞിന്റെ വായയും കണ്ണും തുറന്ന നിലയിലായി പോയി. അല്പസമയം കഴിഞ്ഞാണ് സ്വാഭാവിക നിലയിലേക്ക് കുഞ്ഞ് എത്തിയതെന്നും പിറ്റേ ദിവസം തിങ്കളാഴ്ചയായിരുന്നു കല്യാണം. അന്ന് വൈകിട്ട് വരൻ ഇറങ്ങുന്ന സമയത്തും സമാനമായ രീതിയിൽ പടക്കങ്ങൾ പൊട്ടിച്ച് ആഘോഷമുണ്ടായി. വൻ പൊട്ടിത്തെറി ശബ്ദമാണ് ഈ സമയത്തും ഉണ്ടായത്. ശബ്ദം കേട്ടതിന് പിന്നാലെ കുഞ്ഞിന്റെ വായയും കണ്ണും തുറന്നുപോയി. 10 മിനിറ്റോളം ആ രീതിയിൽ തുടരുകയും ശേഷം അനക്കമില്ലാതാകുകയും ചെയ്തു. കാലിനടിയിൽ കുറെ നേരം തട്ടിയ ശേഷമാണ് കുഞ്ഞ് കരഞ്ഞതും അനക്കം വന്നതും. അതിനുശേഷം വരൻ തിരികെ വീട്ടിലെത്തിയ ശേഷം രാത്രിയിലും സമാനമായ രീതിയിൽ ഉഗ്രശബ്ദത്തിൽ പടക്കം പൊട്ടിച്ചുവെന്നും ഈ സമയത്ത് കുഞ്ഞിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും ഇതിനിടയിലെല്ലാം പടക്കങ്ങൾ പൊട്ടിക്കരുതെന്ന് അപേക്ഷിച്ചിട്ടും ആഘോഷം കുറയ്ക്കണമെന്ന് അപേക്ഷിച്ചിട്ടും ആരും വക വെച്ചില്ലെന്നും കുഞ്ഞിനെ പരിചരിക്കുന്ന സ്ത്രീ പറയുന്നു. ഉഗ്രശബ്ദമുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആഘോഷം നടപടി ആവശ്യപ്പെട്ട് കുടുംബം കൊളവല്ലൂർ പോലീസിനാണ് പരാതി നൽകിയിട്ടുള്ളത്. കൊളവല്ലൂർ സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കല്യാണാഘോഷത്തിന്റെ ഭാഗമായുള്ള ആഭാസം അവസാനിപ്പിക്കണമെന്ന് കുഞ്ഞിന്റെ പിതാവ് പറയുന്നുണ്ട്. ശരിയല്ലേ? ഇത് എന്ത് തോന്നിവാസമാണ് ഇവന്മാർ കാണിക്കുന്നത്? ഒരു കല്യാണത്തിന്റെ പേരിൽ കല്യാണം നടക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഇവന്മാർ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ കൊണ്ട് ഓരോ കുഞ്ഞിന്റെയും ജീവൻ പോവുക. ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം വെടിക്കെട്ട് കാണുമ്പോൾ ചിലർ കുഴഞ്ഞു പോകാറുണ്ട്. എന്താ കാരണം? വെടിക്കെട്ട് പോലുള്ള ശബ്ദങ്ങൾ താങ്ങാനുള്ള ശേഷി നമ്മുടെ നെർവ് സിസ്റ്റത്തിന്, ഓരോ ആളുകളുടെയും കഴിവുകൾ, ശരീരം പ്രതികരിക്കുന്ന രീതി വേറെയാണ്. ചില നാഡീവ്യൂഹങ്ങൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് താങ്ങാൻ കഴിയില്ല. അപ്പോൾ അതിനനുസൃതമായിട്ട് ശരീരം പ്രതികരിക്കുകയും കുഴഞ്ഞു വീഴുകയോ അറ്റാക്ക് വരികയോ സർക്കുലേഷൻ കംപ്ലീറ്റ് നിർത്തുകയോ ശരീരത്തിന് മനസ്സിലാവില്ല എന്താണെന്നുള്ളത്, ബ്രെയിൻ ഹെമറേജ് വരികയോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് മറ്റുള്ളവന്റെ ശാരീരികാരോഗ്യത്തിലേക്ക് കയറിക്കൊണ്ടുള്ള ആഭാസങ്ങളും അഭ്യാസങ്ങളും അവസാനിപ്പിക്കണം. ഇതിനെതിരെ പോലീസ് കൃത്യമായി നടപടിയെടുക്കണം. ഈ കുഞ്ഞിന് ഇങ്ങനെ വന്നതിൽ ഇവന്മാർക്ക് എന്ത് മറുപടി പറയാനുണ്ട്? ഒരു കുഞ്ഞിന്റെ ജീവിതമല്ലേ നശിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ഇവന്മാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. കണ്ണൂരായതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് ഒന്നും ഇത് മാറ്റരുത്. ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ കർശനമായ നടപടി ഇത്തരക്കാർക്കെതിരെ സ്വീകരിക്കണം.